എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ ഏറ്റവും പുതിയ ആക്സസ് 125 2025 മോഡൽ, അതായത് OBD2B മോഡൽ വന്ന ഏറ്റവും പുതിയ ആക്സസ് 125 ഫുള്ളി ചേഞ്ച് ആയിട്ട് ഒരു ഫേസ് ഷിഫ്റ്റോട് കൂടി വന്നിരിക്കുന്ന മോഡലാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സുസുക്കി ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കണം. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടിരുന്ന ഇതുപോലുള്ള എല്ലാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ റിവ്യൂലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിനി ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ലുക്കിൻ്റെ കാര്യത്തിൽ തുടങ്ങാം. കണ്ടില്ലേ, പുതിയൊരു ക്രോം, നേരത്തെ ക്രോം ഫിനിഷ് ഉണ്ടായിരുന്നു, എന്നാൽ അത് കുറച്ചുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫുള്ളി LED ഹെഡ്ലൈറ്റാണ് ഈ ഒരു വണ്ടിയിൽ സുസുക്കി കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്, ഒരു കണ്ടില്ലേ ചതുര ഷേപ്പിൽ. പിന്നെ ഈ ക്രോം തുടങ്ങുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഈ ക്രോം ഇവിടെ അവസാനിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ക്രോമിന് സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇനിയൊരു മാറ്റം വരുന്നത് കണ്ടില്ലേ, ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് നോർമൽ ഹാലജൻ ബൾബ് തന്നെയാണ്, എങ്കിലും പുതുതായിട്ട് ഇപ്പോൾ ഹസാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ടൈപ്പാണ് ആഡ് ചെയ്തേക്കുന്നത്. അതേപോലെ ഫ്രണ്ടിൽ കൊടുത്ത ഏറ്റവും വലിയൊരു പുതിയൊരു ചേഞ്ച് കണ്ടില്ലേ, ഒരു DRL കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ DRLകളുടെ കാലമാണ്. കാരണം വെച്ചാൽ TVS അവരുടെ ഏറ്റവും പുതിയ ജൂപ്പിറ്റർ 110 ഫുള്ളി ഒരു DRLും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഇന്ത്യയിൽ ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സുസുക്കിയും ഒരു DRLും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ്. അതൊരു സെൻറ്റർ കവറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സുസുക്കി എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്ന 3D എംബ്ലം, അതിന് തൊട്ട് താഴെയായിട്ട് ഒരു സ്മൈലിംഗ് ഫേസോട് കൂടി വരുന്നൊരു കണ്ടില്ലേ ഈ ടൈപ്പ് ഒരു DRLും ഇപ്പോൾ പുതുതായിട്ട് സുസുക്കി കൊണ്ടുവന്നു. പഴയ വണ്ടിയിൽ ഈ ഇങ്ങനെ വരുന്ന സാധനങ്ങളൊന്നും വരുന്നില്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഈ ഇതാണ്. നമുക്ക് മൾഗാർഡ് മെറ്റലാണ് ഈ ഒരു സൈഡിലെ പീസ്, ഇത് മെറ്റലാണ് വരുന്നത്. എന്നാൽ നമുക്ക് സെൻറ്റർ കവറൊക്കെ ഫൈബറുമാണ് വരുന്നത്. ഇനി അടുത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക്, ടെലിസ്കോപ്പ് സസ്പെൻഷന്, ഇതൊരു മാറ്റ് ബ്ലാക്ക് വണ്ടിയാണ്. ആ ബോഡി കളറിനോട് ചേരുന്ന രീതിയിൽ പൈപ്പിന് വരെ ആ ബ്ലാക്ക് കളർ കൊടുത്തിരിക്കുന്നു. പിന്നെ ഡിസ്ക് കണ്ടില്ലേ, പിന്നെ വരുന്നത് അലോയാണ്, ബ്ലാക്ക് കളർ ഫിനിഷിൽ വരുന്ന അലോയ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ABS കാര്യങ്ങളൊന്നും സ്റ്റിൽ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ഫ്രണ്ടിലെ ടയറിന് നോക്കിക്കഴിഞ്ഞാൽ 90-12 ടയറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അലോയ് വീൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടല്ലേ ഈ ഒരു സ്റ്റൈലിൽ കൊടുത്തിരിക്കുന്ന അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആക്സസിലും സെയിം തന്നെയാണ് ആ ഒരു അലോയ് വീലും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ വശങ്ങളിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു കണ്ടില്ലേ ഈ സൈഡിൽ നോക്കാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആ DRLും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഇൻഡിക്കേറ്റേഴ്സും നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. പഴയ ഇൻഡിക്കേറ്റേഴ്സും ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഹസാർഡോടൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലായിട്ട് റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ കണ്ടോ ഈ പീസ് ഇപ്പം സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ കവർ ഈ ഒരു ഇങ്ങനെ പോയി ഈ ഒരു പീസ് മാത്രം സെപ്പറേറ്റും കൊടുത്തിരിക്കുന്നു. നമുക്ക് ബ്രൗൺ കളറിലാണ് ഇതിൻ്റെ ഇന്നർ കവേഴ്സ് മൊത്തം വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു പ്രീമിയം ഫീൽ കിട്ടാൻ വേണ്ടി ആ ഒരു ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്നു ഇന്നർ കവർ. അതേപോലെ സീറ്റ് കാര്യങ്ങളൊക്കെ ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യക്കാരെ അപേക്ഷിച്ച് നോക്കുന്ന എല്ലാവരും ഒരു ഗ്യാസ് ഊറ്റിയൊക്കെ ഇരിക്കുമെന്നാണ്, എന്നാൽ സിമ്പിളായിട്ട് ഒരു ഗ്യാസ് ഊറ്റി കയറ്റി വെക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ആ രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു സൈഡിലെ വശങ്ങളും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. നേരെ നമുക്ക് ബാക്കിലോട്ട് വരുവാണെങ്കിൽ കണ്ടില്ലേ ആക്സസ് എന്ന് എഴുതിയിരിക്കുന്ന 3D എംബ്ലം കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ ആക്സസ്, അതും 3D എംബ്ലമാണ്, നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. ബോഡി കളറിനോട് ചേരുന്ന രീതിയിലാണ്. പിന്നെ കുറച്ച് മസ്കുലറായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ ഈ ഒരു ലൈൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ കുറച്ചുകൂടെയൊക്കെ ഒരു അട്രാക്ഷൻ ആയിട്ടുണ്ട് കാണാനൊക്കെ. ഫൈബർ ബോഡിയാണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിൽ ആ 3 പീസ് മാത്രമാണ് നമുക്ക് മെറ്റൽ ബോഡി കിട്ടുന്നത്, ബാക്കിയെല്ലാം നമുക്ക് ഫൈബർ ബോഡിയാണ് കിട്ടുന്നത്. SCP എന്നുള്ള സുസുക്കി എക്കോ പെർഫോമൻസ് എന്നുള്ള ആ ഒരു ടെക്നോളജിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫാൻ കാണാം, സൈലൻസർ കാണാം. ഈ സൈലൻസറിൻ്റെ വലുപ്പം കുറച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്രോമിൻ്റെ ഒരു ഫിനിഷിങ് ഉണ്ടല്ലേ, നല്ല രസമായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്രാബ് റെയിൽ നോക്കിയാലും ഒരു ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത്. കാരണം ഇതൊരു ബ്ലാക്ക് കളർ തീം വരുന്ന വണ്ടിയാണ്, മാറ്റ് ബ്ലാക്കിലാണ് ഇതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിത് 3 വേരിയൻ്റാണ് കിട്ടുന്നത്. ഏറ്റവും ടോപ്പ് മോഡലാണ് നമ്മുടെ ഇരിക്കുന്നത്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് വരുന്ന മോഡൽ. ഇതിനൊരു മിഡ് വേരിയൻ്റ്, അതിൽ നമുക്ക് വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ മീറ്റർ മാറി നമുക്കിവിടെ ഒരു സാധാ മീറ്ററിൽ ചെറിയൊരു ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കിട്ടുന്നില്ല. ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രം വീലാണ് കിട്ടുന്നത്, ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, ഡ്രം ബ്രേക്കുമാണ് കിട്ടുന്നത്. അതേപോലെ സാധാ അനലോഗ് മീറ്ററുമാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു 3 ബേസ് വേരിയൻറ്റിൻ്റെ വ്യത്യാസം. പ്രൈസിങ്ങിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 1,12,000 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 1,25,000 രൂപ വരെയാണ് ഇതിൻ്റെ ടോപ്പ് മോഡലിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം സുസുക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോലെ ഫ്രണ്ടിൽ നിന്നുള്ള ആ ലുക്കിനോട്ട് വരാം. ബാക്കിൽ ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നത് കണ്ടില്ലേ,
പെട്രോളിൻ്റെ ആ ഒരു ഓപ്ഷൻ നമുക്ക് നേരത്തെ ഉള്ള ആക്സസിൽ ഈ സൈഡിലായിട്ടാണ് പെട്രോളിൻ്റെ കീ ഇട്ട് ധരിക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഭാഗം കൊടുത്തിരിക്കുന്നു. അതിൽ സുസുക്കി എന്നുള്ള ആ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ടെയിലൈറ്റ് അതിമനോഹരമാക്കിയിട്ടുണ്ട്. പഴയുള്ള ആ ഒരു ടെയിലറ്റിൽ നിന്ന് മാറ്റി കണ്ടില്ലേ, ടെയിലറ്റ് ഫുള്ളി LED ആക്കിയിട്ടുണ്ട്. ഇതിലും ഒരു കാര്യം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ DRL. ജസ്റ്റ് കാണിച്ചു തരാം. കപ്പൽ ഓണാക്കി വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ DRL കണ്ടില്ലേ. പിന്നെ ഞാൻ പറഞ്ഞ ഹാലജൻ ബൾബ് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. DRLൊക്കെ വളരെ നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. ടെയിലൈറ്റ് നമുക്ക് വരുന്നത് LED തന്നെയാണ്, അത് ഹാലജൻ വരുന്നില്ല. കണ്ടില്ലേ, ജസ്റ്റ് ഈ ഒരു ടൈപ്പിൽ ഇതിൻ്റെ ടെയിലൈറ്റും സുസുക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ വലിയൊരു മഡ്ഗാർഡ് നമുക്ക് കാണാവുന്നതാണ്. ഒരു ശകലം പോലും ചെളി തെറിക്കാത്ത രീതിയിലുള്ള ആ ഒരു മഡ്ഗാർഡ്. ഒട്ടും തന്നെ ചെളി തെറിക്കില്ല, കാരണം അത്രയും വലുപ്പമുണ്ട് ഈ ഒരു മഡ്ഗാർഡ് കാണാൻ വേണ്ടി. പിന്നെ നമുക്ക് ബാക്കിലെ ടയർ നോക്കിക്കഴിഞ്ഞാൽ 10 ഇഞ്ച് അലോയ് വീലാണ് വരുന്നത്. അതിലൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടില്ല. ഹോണ്ടയ്ക്കായാലും സുസുക്കിക്കായാലും അതിലൊരു അപ്ഡേഷൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഹോണ്ടയിലും ബാക്കിൽ 10 ഇഞ്ച് വീല് തന്നെയാണ് വരുന്നത്. കണ്ടില്ലേ ഈ ടൈപ്പ്. നമുക്ക് ടയറിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 90, 100, 10ൻ്റെയാണ് ടയറും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഈ രീതിയിൽ അതിന് ബാക്ക് വശം സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞു വന്ന പെട്രോളിൻ്റെ ഭാഗം, നമുക്ക് കീഴിൽ തന്നെയാണ് സീറ്റ് തുറക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഫുള്ള് ലെഫ്റ്റിലോട്ട് തിരിച്ച് സീറ്റ് ഓപ്പൺ ആകുന്നതാണ്. അതിൻ്റെ കാര്യത്തിലോട്ട് വരാം. ആദ്യം പെട്രോളിൻ്റെ ഒന്ന് പ്രസ് ചെയ്ത് റൈറ്റിലോട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ പെട്രോളിൻ്റെ ടാപ്പ് ഓപ്പൺ ആയി. ഇപ്പോൾ കാണുമ്പോൾ ഓപ്പൺ ആയില്ലെന്ന് വിചാരിക്കും. എന്നാൽ ജസ്റ്റ് ആ ലോക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കിയ പെട്രോൾ ടാങ്ക് നമുക്ക് വിഷ്വലായി. കണ്ടില്ലേ, 5.3 ആണ് പെട്രോൾ ടാങ്ക് വന്നിരിക്കുന്നത്. അതിൽ അപ്ഡേഷൻ ഉണ്ട്. നേരത്തെ വരുന്നത് 5 ലിറ്ററിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ 5.3 ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ആണ് നമുക്ക് പെട്രോൾ ടാങ്ക് എല്ലാം സുസുക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും ഒരു ചെറിയൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്. E20 പെട്രോൾ സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ്. കണ്ടില്ലേ, E20 എന്നുള്ള ആ ഒരു ബാഡ്ജും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. ജസ്റ്റ് ഇത് അടച്ച് ഒന്ന് പ്രസ് ചെയ്താൽ അത് അടഞ്ഞു. ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു പെട്രോൾ അടിക്കുന്ന ഭാഗം സുസുക്കി സെറ്റ് ഇരിക്കുന്നത്. അതൊക്കെ എന്ത് നൈസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാണാനൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. പറഞ്ഞ പോലെ ടെയിലൈറ്റ്. ഇനി നമുക്ക് സീറ്റിനായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ ബ്രൗൺ കളർ സീറ്റ്. കണ്ടില്ലേ, ബ്രൗൺ കളർ സീറ്റ്. അതിൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളിലും വന്നിരിക്കുന്നു. വളരെ നൈസായിട്ടുണ്ട്. പക്ഷേ വലിയ സീറ്റ്. കണ്ടില്ലേ, ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും വീതി കൂടിയ ആ ഒരു സീറ്റും കാര്യങ്ങളൊന്നും വേറൊരു വണ്ടിക്കും കണ്ടില്ല. ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് ആ വീതി കുറഞ്ഞ് വളരെ നൈസായിട്ടുണ്ട്. അതായത് ഒരു ബിഗിനർക്കൊക്കെ കയറിയിരിക്കുവാണെങ്കിൽ ഫ്രണ്ടിലിരുന്ന് റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലോട്ട് വരുന്നതും ആ വീതി കൂടി വളരെ നൈസായിട്ടുണ്ട്. നല്ല കുഷനോട് കൂടിയ സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് പ്രസ് ചെയ്ത് റൈറ്റിലോട്ട് തിരിക്കുവാണെങ്കിൽ സീറ്റ് ഓപ്പൺ ആവും. സീറ്റ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നേരത്തെ ഉള്ള ആക്സസിൽ നിന്ന് ഈ ഒരു വണ്ടിയിലോട്ട് വന്ന സമയത്ത് ബൂട്ട് സ്പേസിൻ്റെ സൈസ് കൂട്ടിയിട്ടുണ്ട്. LED ലൈറ്റോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, എങ്കിൽ പോലും ബൂട്ട് സ്പേസ് കൂട്ടിയിട്ടുണ്ട്. കാരണം നമുക്കിപ്പം നിലവിൽ ഹോണ്ടയുടെയൊക്കെ വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പോലും ബൂട്ട് സ്പേസ് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആക്സസ് വന്നപ്പോഴത്തേന് അതിനൊരു അപ്ഡേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ ബൂട്ട് സ്പേസ് വളരെയധികം കൂട്ടിയിട്ടുണ്ട്. നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ ബൂട്ട് സ്പേസ് കൂട്ടിയിട്ടുണ്ട്. അതിൽ നമുക്ക് അത്യാവശ്യം വാണിങ്ങും കാര്യങ്ങളെല്ലാം അവർ സ്റ്റിക്കർ രൂപത്തിൽ ബാക്കിലും കണ്ടില്ലേ ഈ ഒരു സൈഡിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിലോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഈ ഒരു നോബ് എന്താണെന്ന് വെച്ചാൽ OBD2-ൻ്റെ ആ ഒരു ഇതാണ്. നമുക്ക് എഞ്ചിൻ്റെ പരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ വണ്ടിയുടെ എന്തെങ്കിലും എറർ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇതിൽ ഒരു സിസ്റ്റം കണക്ട് ചെയ്ത് ആ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ആ സെറ്റപ്പ്. നമുക്ക് ഈ വണ്ടി വന്നിരിക്കുന്നത് OBD2B മോഡലാണ്. ഏറ്റവും പുതിയ അപ്ഡേഷൻ, എമിഷനൊക്കെ ഏറ്റവും കുറഞ്ഞ മോഡലാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഈ ഭാഗങ്ങൾക്കുള്ള പ്ലാസ്റ്റിക്കിൻ്റെയും ക്വാളിറ്റിയൊക്കെ വളരെ നൈസ് തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ വശങ്ങളോട് വരുന്ന സമയത്ത് ബാക്കിലായിട്ട് നമുക്ക് പ്രീ ലോഡറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഷോക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. നമ്മൾ നോർമൽ വാഹനങ്ങൾ കാണുന്നതിനെക്കാട്ടി കുറച്ച് വലിയ ഷോക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാ മോഡലിലും കിക്കർ സ്റ്റാർട്ട് വരുന്നുണ്ടെന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ബാക്കിയുള്ള കമ്പനികളിൽ ടോപ്പ് മോഡലിൽ നിന്ന് അവർ കിക്കർ സ്റ്റാർട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിന് കിക്കർ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്, വിത്ത് സെൽഫും വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് നോക്കുവാണെങ്കിൽ സൈഡ് സ്റ്റാൻഡ് വിത്ത് സെൻസറാണ് വരുന്നത്. ആക്സസ് എന്ന് എഴുതിയേക്കുന്ന ആ ഒരു 3D എംബ്ലം കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഫുഡ് റെസ്റ്റ് കണ്ടില്ലേ, സിൽവർ കളർ ഫിനിഷ് വരുന്ന ഫുഡ് റെസ്റ്റ്, അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നേരെ ഇവിടെ വരുമ്പോൾ രണ്ട് പോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സ് 2 കൊടുത്തിട്ടുണ്ട്. എല്ലാ വണ്ടികളിലും അല്ലെ നോർമലുള്ള വണ്ടികളൊക്കെ ഒന്നാണ് വരുന്നതെങ്കിൽ ഇതിൽ 2 ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു മൊബൈൽ ചാർജർ കണ്ടില്ലേ, ഒരു ബ്ലൂ കളറോട് വരുന്ന മൊബൈൽ ചാർജർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് USB എയർപോർട്ടാണ് വരുന്നത്, സി പോർട്ടോ കാര്യങ്ങളൊന്നും അല്ല എങ്കിൽ പോലും ഒരു മൊബൈൽ ചാർജർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എല്ലാ വേരിയൻറ്റിലും കിട്ടുന്നുമുണ്ട്.
ബേസ് വേരിയൻറ്റിൽ മാത്രമാണെന്ന് തോന്നുന്നു ഓപ്ഷനായിട്ട് വരുന്നത്. ബാക്കിയുള്ള എല്ലാ വേരിയൻറ്റിലും മൊബൈൽ ചാർജ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, സീറ്റിനടിയിലായിട്ടും ഒരു ഹുക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ സ്വിച്ചസ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ ഡിമ്മ് ബ്രൈറ്റ്, പാസ് ലൈറ്റ് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ, ഫോൺ. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടൊരു ഫോണോടാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡായിട്ട് നമുക്ക് ഹെസാഡിൻ്റെ സ്വിച്ചാണ് വരുന്നത്. നമുക്ക് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന പല വാഹനങ്ങളിലും ഹെസാഡ് ഇപ്പോഴും 2025 കൊണ്ടുവന്നിട്ടില്ല എന്നൊരു കാര്യമുണ്ട്. ഈ സൈഡിൽ എൻജിൻ ഗിൽ സ്വിച്ച് വിത്ത് സെൽഫ് വരുന്നു. ഇനി നമുക്ക് ഈ ഒരു മീറ്ററിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു ഡിജിറ്റൽ മീറ്ററാണ് വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോട് കൂടി വരുന്നു. ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിൽ പുതിയ 2 അപ്ഡേഷൻ കൂടെ വന്നിട്ടുണ്ട്. ഒരു റിമൈൻഡർ വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ മഴയൊക്കെ പെട്ടെന്ന് പെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിമൈൻഡർ, അങ്ങനെ ഒരു റിമൈൻഡറോടെ ഇതിൽ സിമ്പിളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ 2 സ്വിച്ച് കൊടുത്തിരിക്കുന്നു, സെറ്റ്, മൂഡ് എന്നുള്ളത്. നമുക്കിതിൽ നോക്കി കാണാൻ പറ്റും. എക്കോ ഇൻഡിക്കേഷൻ കൊണ്ട്, ഡിമ്മ് ബ്രൈറ്റ്, എഞ്ചിൻ്റെ വാണിങ്, പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെയുള്ള പല വാണിങ്ങും ഈ ഒരു മീറ്ററിൽ കണ്ടില്ലേ. ഇത്രയധികം വാണിങ്ങും കാര്യങ്ങളെല്ലാം ഈ ഒരു മീറ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പ് എ, ട്രിപ്പ് ബി, ആവറേജ് മൈലേജ്, ലൈവ് മൈലേജ്, ബാറ്ററി വോൾട്ട്, ടോട്ടൽ കിലോമീറ്റർ. ഇനിയും താഴെയുള്ള സെറ്റ് എന്നുള്ള ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടല്ലേ, നമുക്ക് ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. നമുക്ക് ഇത് മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ട് നമുക്ക് നാവിഗേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതേപോലെ നമുക്ക് മൊബൈലിനകത്ത് വരുന്ന SMS, കോള്, ബാറ്ററിയുടെ വോൾട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലിട്ട് അറിയാൻ പറ്റും. അത് നമ്മൾ മൊബൈൽ കണക്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു ഭാഗത്തുള്ള ഫങ്ഷൻസ് ഫുള്ള് ആക്ടിവേഷൻ ആകുന്നത്. ഫ്യൂവലിൻ്റെ വാണിങ്, ടൈം, പിന്നെ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ഒരു വാണിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഡീറ്റെയിൽ ആയിട്ട് ഉള്ളൊരു ഡിജിറ്റൽ മീറ്ററും നമുക്ക് സുസുക്കി ഈ ഒരു പുതിയൊരു ആക്സസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പുതിയ മോഡൽ 2025 മോഡൽ ആക്സസിൽ സുസുക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിന് വേണ്ടി. ഇനി കളർ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബേസ് വേരിയൻറ്റിന് 3 കളർ വേരിയൻറ്റ് വരുന്നുണ്ട്. അതേപോലെ മിഡ് വേരിയൻറ്റിന് 4, ടോപ്പ് വേരിയൻറ്റിന്, അതായത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ഇതിന് നമുക്ക് 5 കളർ വേരിയൻറ്റും നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ സൈഡിലായിട്ട് റൈഡ് കണക്ട് എന്നുള്ള അവരുടെ ആപ്ലിക്കേഷൻ്റെ ആ പേരും ഒരു വൈഫൈയുടെ സിമ്പിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ സുസുക്കി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി ചേഞ്ച് ആയിട്ട് വന്ന ഏറ്റവും പുതിയ സുസുക്കി ആക്സിസ് 125, ഏകദേശം ഞാൻ പറഞ്ഞാൽ 1,25,000 രൂപയ്ക്ക് ടോപ്പ് മോഡൽ ഫുൾ ഫിറ്റിങ്സിൽ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നതുമാണ്. മൈലേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ 125cc കാറ്റഗറിയിൽ നമുക്കിപ്പോൾ വരുന്നത് TVSൻ്റെ ജൂപ്പിറ്റർ, ഹോണ്ടയുടെ ആക്റ്റീവ് 125, യമഹയുടെ റേസ് ഡാർ, അങ്ങനെയുള്ള വരുന്ന വണ്ടികളോടൊക്കെ കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുത്തൻ സുസുക്കിയുടെ ആക്സസും നിലവിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മൈലേജും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 50-55 കിലോമീറ്റർ അടുപ്പിച്ച് മൈലേജും സുസുക്കി ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും നമ്മുടെ റോഡുകളിൽ കിട്ടുന്നുണ്ട്. നമുക്കിനി എഞ്ചിൻ നോക്കിക്കഴിഞ്ഞാൽ 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ ഒരു മാക്സിമം പവർ സുസുക്കി സെറ്റ് ചെയ്തിരിക്കുന്നത് 8.42 PS, 6500 RPM മാക്സിമം പവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വേരിയന്റിനെക്കാട്ടിൽ ഒരു പവറിൽ ഇൻക്രീസ് വന്നിട്ടുണ്ട്. മാക്സിമം ടോർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് 10.2 Nm 5000 RPM. അപ്പം പവറിലും ടോർക്കിലും ഈ ഒരു വണ്ടിയിൽ കുറച്ചുകൂടെ, അതായത് പഴയുള്ള മോഡലിൽ നിന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ 2025 മോഡൽ ആക്സിസ് 125 കിട്ടുന്നുണ്ട്. നമുക്കിനി ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഞാൻ ചെയ്യുന്നത്. അത്യാവശ്യം ഹാൻഡ് പൊസിഷനൊക്കെ നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓടിക്കാനുള്ള കംഫർട്ട് എന്തായാലും ഇതിൽ അടിപൊളിയായിരിക്കും. നമ്മൾ സാധാ ഒരു സ്കൂട്ടറെ കയറി ഇരിക്കുന്ന പോലുള്ള ഫീലിംഗ് അല്ല ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നത്. കുറച്ചും ഒരു അപ്ഗ്രേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നത്. ഓടിക്കാനൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടും ഉണ്ട്. പിന്നെ കണ്ടില്ലേ, ഫുള്ളി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന പോലുള്ള ഒരു ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. TFT ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി പുതിയ ഒരു ഫേസ് ഷിഫ്റ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അത്രയും, അതായത് പഴയ ആക്സസിൽ നിന്ന് ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു മോഡലിൽ സുസുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ആ പഴയ മോഡൽ കംപ്ലീറ്റ്ലി നിർത്തിയിട്ടാണ് ഈ ഒരു മോഡൽ പുതുതായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ ഈ വണ്ടി റൈഡ് ചെയ്ത് നോക്കാനുള്ളൊരു കാരണം. കാരണം പഴയതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ പോലെ എന്തായാലും അവർ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ജസ്റ്റ് തിരിച്ച് ഇതിൽ ഇപ്പോഴും മിസ്സിംഗ് ആയിട്ടൊരു ഫീച്ചർ എനിക്ക് തോന്നിയത്, ഇതിൽ മറ്റേ
ഹോണ്ടയ്ക്ക് ഉള്ളതുപോലെ അല്ലെങ്കിൽ ടി വി എസ് ഉള്ളതുപോലെ ഒരു ഐഡിയൽ സിസ്റ്റം വരുന്നില്ല. കാരണം ആ മൈലേജ് ഒക്കെ കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടി അവിടെ വെച്ച് നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എഞ്ചിൻ ഓഫ് ആയിട്ട് സ്റ്റാർട്ട് ആകുന്ന ടെക്നോളജി ഇപ്പോഴും ആക്സസ് കൊടുത്തിട്ടില്ല. കൂളിങ്ങും പിക്കപ്പ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുണ്ട്. ആ ഒരു കാര്യത്തിൽ ഒരു കുറവും വരുത്തിട്ടില്ല. പിന്നെ ഈ വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് 4 സ്റ്റാർ സുസുക്കി കോന്നിയിലെ ഷോറൂമാണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും വാങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിനുള്ള അവസരവും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആക്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ.